എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ റെസിപ്പി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് അവല്, 2 മുട്ട, പിന്നെ സവാള, ഇത്രയും വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടായാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞതാണേ. ഇത് ചേർത്ത് നമുക്കൊന്ന് ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറുതായി ഒന്ന് കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായി 1-2 പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്നുകൂടി വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. 1, 2, 3 എടുക്കാം കേട്ടോ മുട്ട. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആവുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അവൽ നമുക്കിതേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവലിലൊരു നനവുണ്ടാവുകയില്ല. ഈ സമയത്ത് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാമേ. ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആയതിനു ശേഷം നമുക്കൊരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇത്രയും ആയാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവൽ ഉപ്പുമാവ് ഇവിടെ റെഡിയായേ. ഇതുപോലെ ചെയ്തു നോക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.